ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 40. ശ്രീ ഭഗവാനുവാച പാർത്ഥനൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താദഗച്ഛതി. അല്ലയോ പാർത്ഥ, അയാൾക്ക് ഈ ലോകത്തിലും പരലോകത്തിലും വിനാശം ഭവിക്കുന്നില്ല. അല്ലയോ മകനെ, നിശ്ചയമായും മംഗളമായത് ചെയ്യുന്ന ആർക്കും തന്നെ ദുർഗതി ഉണ്ടാവുകയില്ല. ഇവിടെ കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ അർജുനൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി എന്നോണമാണ് ഈ ശ്ലോകം അവതരിപ്പിക്കുന്നത്. അവിടെ ചോദിച്ച ചോദ്യം ഇതാണ്: ഒരാൾ കുറേ കാലം ക്ഷേത്രോപാസനകൾ, അതുപോലെ തന്നെ ഈശ്വരീയമായ പല കാര്യങ്ങളും, യജ്ഞങ്ങൾ, ശാസ്ത്ര പഠനങ്ങൾ, സത്സംഗങ്ങൾ, അതുപോലെ തന്നെ ആചാര്യൽ നിന്ന് മന്ത്രം കേട്ട് മന്ത്രോപാസനകൾ, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം തുടങ്ങിയ മാലാമന്ത്രങ്ങൾ, ഇവയൊക്കെ, ഇങ്ങനെയുള്ള സത്കാര്യങ്ങളൊക്കെ ചിരകാലം അനുഷ്ഠിച്ച ഒരാൾ പിന്നെ അതൊക്കെ അങ്ങ് ഇട്ട് വീണു. അങ്ങനെ പലരും ഉണ്ട്. ചിലര് ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വീണ്ടും തീവ്രമായ ജപമൊക്കെ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് അതൊക്കെ അങ്ങോട്ട് ശമിക്കുമ്പോൾ വീണ്ടും അതൊക്കെ ഇട്ട് വീഴും. ഇങ്ങനെ പല പ്രാവശ്യം തുടങ്ങലും അതുപോലെ അവസാനിപ്പിക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർ കുറച്ചു കാലമൊക്കെ ചെയ്തിട്ട് പിന്നെ ആ ഭാഗം തന്നെ അങ്ങ് മറന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഗതി എന്താണെന്നായിരുന്നു ചോദ്യം. അവര് ചിഹ്നമേഘം പോലെ നശിച്ചു പോകില്ലേ എന്നതായിരുന്നു അർജുനന്റെ സംശയം. ചിഹ്നമേഘം എന്ന് പറയുമ്പോൾ ആകാശത്ത് മേഘങ്ങളങ്ങനെ കണ്ടു, അത് കാറ്റിൻ്റെ സഹായത്താൽ അതങ്ങനെ അടിച്ച് വീശിപ്പോയി. പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മേഘങ്ങൾ പെയ്യാതെ ഒഴിഞ്ഞു പോയി. ഇതുപോലെ കുറച്ചു കാലം ഈ ആൾ ചെയ്ത സാധനകൾ, അതെന്തോ ആയിക്കോട്ടെ, ഈശ്വരീയമായ എല്ലാ കാര്യങ്ങളും, അതൊക്കെ പിന്നീട് ചെയ്തപ്പെട്ടില്ലെങ്കിൽ അയാളുടെ ഗതി എന്താവും? അയാൾ ഈ മേഘങ്ങളെ പോലെ ഛിന്ന ഭിന്നമായി ആ ഈശ്വരീയമായ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടായി പോവില്ലേ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അതിനിവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, അയാൾ നശിച്ചു പോകില്ലേ എന്നാണ് ചോദ്യം. ആ നശിച്ചു പോകില്ലേ എന്നുള്ളതിന് നാശം എന്നുള്ളതിനെ വിസ്തരിക്കുന്നുണ്ട്. നാശോ നാമ പൂർവസ്മാത് ഹീനജന്മപ്രാപ്തി. നാശം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഹീനമായ ജന്മത്തെ നേടുക എന്നതാണ്. അതായത് ഒരാൾ ഈശ്വരൻ്റെ മുന്നിൽ ആരാധിക്കുന്നു, ആ ഒരു പരമമായ സത്യമുണ്ട്, തൻ്റെ കഴിവുകൊണ്ടല്ല ഇതൊന്നും നിലനിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ സാധിക്കും. അതിന് നമുക്ക് വേറെ എവിടെയും പോകണ്ട. അവനവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാലും മതി. ഓരോന്നും ഘടിക്കേണ്ടതുപോലെ ഘടിപ്പിച്ചിരിക്കുന്നു. ഇന്ന സമയത്ത് ഇന്നതുപോലെ എന്നുള്ള നിയമം നമുക്ക് ഈ ലോകത്ത് കാണുന്നു. നിയമം ഉണ്ടെങ്കിൽ അതിന് നിയാമകൻ ഉണ്ടായേ തീരൂ, ഒരു ഈശ്വരൻ കൂടിയേ തീരൂ. അങ്ങനെ ഒരു ഈശ്വരീയമായ മാർഗത്തിൽ ചിലർക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. ചിലർ ജപമായിരിക്കാം, ചിലർ ധ്യാനത്തിൻ്റെ മഹിമ ഗുരുനാഥനിൽ നിന്ന് കേട്ടറിഞ്ഞ് മന്ത്രോപാസനകളൊക്കെ ചെയ്യുന്നവരായിരിക്കാം. ഏതോ ആവട്ടെ, ഇങ്ങനെയുള്ള ആ പരമേശ്വരൻ്റെ മുന്നിൽ, ഈശ്വരൻ്റെ മുന്നിൽ കുനിയപ്പെടുന്ന തല, അങ്ങനെയുള്ള ഒരു മനുഷ്യന് മാത്രമേ ഈ ലോകത്ത്
ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും. ഈശ്വര സാക്ഷാത്കാരം കൂടാതെ ആത്യന്തികമായ ദുഃഖ നിവൃത്തി സാധിക്കില്ലെന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തനിക്ക് ദുഃഖ നിവൃത്തിയില്ല, തനി മറ്റൊന്നിനും ദുഃഖം കൊടുക്കാതെ എല്ലാറ്റിലും സമദർശിത്വവും സ്നേഹവും സവർത്തിത്വവും ക്ഷമയും സഹാനുഭൂതിയുമുള്ള ഒരു മനുഷ്യത്വപൂർണമായ ഒരു ജീവിതം തനിക്ക് നയിക്കണമെങ്കിൽ ഈശ്വരൻ്റെ മുന്നിൽ, ഗുരുജനങ്ങളുടെ മുന്നിൽ തല കുനിയുക തന്നെ വേണം. അങ്ങനെ കുനിയാത്ത ആളുകളാണ് പലപ്പോഴും മൃഗങ്ങൾക്ക് പോലും അപമാനമാകുന്ന തരത്തിൽ മനുഷ്യനായിട്ടും ജീവിക്കുന്നത്. മറ്റുള്ളതിനെയൊക്കെ വേദനിപ്പിച്ചും മറ്റുള്ളതിനെയൊക്കെ ദുഃഖിപ്പിച്ചും തൻ്റെ സുഖത്തിനായിക്കൊണ്ട് മറ്റൊരുത്തനെ കൊന്നാലും തിരക്കിടില്ല എന്ന തരത്തിലേക്ക് അധപ്പതിക്കുന്നത്. ആ ജന്മത്തെയാണ് ഹീനജന്മം എന്ന് പറഞ്ഞത്. അപ്രകാരമുള്ള ഒരു ഹീനജന്മത്തെ ഈ സാധന ചെയ്ത, എന്നെങ്കിലും എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും ചെയ്ത ഒരാൾക്ക് അങ്ങനെ ഒരു ഹീനജന്മം ഉണ്ടാവില്ല. ഇപ്പൊ സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചല്ല പറഞ്ഞത്, സാധന ആവേശം കൊണ്ട് ചെയ്തു പോയി അത് നിർത്തിപ്പോയ ഒരാളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്ക് പോലും ഇപ്രകാരമുള്ളൊരു ഗതി വരില്ല. അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ സർവത്തിലും ദയയും സഹവർത്തിത്വവും ഒക്കെ ഒത്തിണങ്ങിയ, സഹാനുഭൂതിയൊക്കെ ഒത്തിണങ്ങിയ, സനാതന ധർമ്മ ഗുണങ്ങളോടുകൂടിയ ഒരു ഉത്തമ മനുഷ്യനായിട്ട് തന്നെ പോകും. അതിലുപരി അയാൾ ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷത്തിലേക്ക് അയാൾക്ക് ഈ ജന്മത്തിൽ സാധന ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് മരിച്ചു പോയാൽ പോലും അടുത്ത ജന്മത്തിൽ അതിന് തുടർച്ചയുണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞത്. യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയന്തി യഥാ കർമ്മ യഥാശ്രുതം. ഇത് ശ്രുതിവാക്യമാണ്, അതായത് കഠോപനിഷത്തിലെ വാക്യമാണിത്. ശ്രുതി പറഞ്ഞാൽ പിന്നെ സംശയമില്ല. ചില ദേഹികൾ ശരീരഭാവത്തിനായിക്കൊണ്ട് ജന്മസ്ഥാനങ്ങളെ പ്രാപിക്കുന്നു, വേറെ ചിലർ സ്ഥാവരഭാവങ്ങളെ പ്രാപിക്കുന്നു, മരങ്ങളൊക്കെ ആയിത്തീരുന്നു. ഇതെല്ലാം എപ്രകാരമാണോ കർമ്മം അനുഷ്ഠിച്ചത് അതിനനുസരിച്ചാണ് അടുത്ത ജന്മം. ഈ ജന്മത്തിൽ ചെയ്തതിൻ്റെ ബാക്കിയാണ് അടുത്തത്. കർമ്മം മാത്രമല്ല, അവര് കേട്ട സത്സംഗങ്ങളിൽ പങ്കെടുത്ത സംസ്കാരം, അവർ പഠിച്ച തത്വസംഹിതകൾ, ആചാര്യനിൽ നിന്ന് ചെയ്യപ്പെട്ട മന്ത്രോപാസനകൾ, ഇതെല്ലാം ഈ സംസ്കാരങ്ങളൊക്കെ ഓരോരുത്തരും സമ്പാദിക്കുന്നു. അതിനനുസരിച്ചിട്ടുള്ള ദേഹങ്ങളെയാണ് അവരവർ നേടുക. മരണത്തോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല. ആ നിലയ്ക്ക് ധ്യാനയോഗ മാർഗത്തിൽ ചരിക്കുകയും ജീവിക്കുകയും വിചാരം ചെയ്യുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന സാധനയിൽ നിന്ന് ഭ്രഷ്ടനായി പോയാൽ പോലും അയാൾക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഭഗവാന്റെ വാക്യമാണ്. ജീവിതം എന്നുള്ളതൊരു യാത്രയാണ്. ഈ യാത്രയിൽ കുറേ മുന്നോട്ട് പോയ ശേഷം ഒരാൾ അല്പസമയം നിന്നുപോയിന്നോ അല്ലെങ്കിൽ വീണുപോയിന്നോ വിചാരിക്കുക. അയാൾ ആ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് നടക്കണ്ട, വീണോർത്തുനിന്ന് എണീറ്റ് നടക്കണം. നിന്ന് പോയി വിശ്രമിച്ച പിന്നെ അവിടെ നിന്ന് നടക്കണം. ഇതുപോലെ അവിടെ നിന്ന് യാത്ര തുടർന്നാൽ മതി. ഇനി ആദ്യം മുതൽ തന്നെ തുടങ്ങണ്ട. എന്നാൽ വല്ല വീഴ്ചയിൽ വല്ല ഒടിവോ ചതവോ ഒക്കെ പറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നേരെയാവുന്നത് വരെയൊക്കെ താമസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എന്നാലും അധോഗതി ഉണ്ടാവില്ല. അയാളുടെ മനുഷ്യത്വത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല.
ചില വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. വേദന മാറിയാൽ വീണ്ടും യാത്ര ചെയ്യാം. ഇങ്ങനെ ആ യോഗ സാധനകളിൽ ധ്യാനനിഷ്ഠയിൽ ജപമൊക്കെ ചെയ്തവര് അവർക്ക് വന്ന ചില അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ധനത്തിൻ്റെയോ ജനത്തിൻ്റെയോ യൗവനത്തിൻ്റെയോ ഒക്കെ. ആ അഹങ്കാര ശമനം വരുന്നത് വരെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നിയെന്ന് വരില്ല. പക്ഷേ അവർക്ക് വീണ്ടും വിചാരം ഉണ്ടാവുകയും ചെയ്യും മുമ്പ് ചെയ്ത സാധനയുടെ ഫലമായിട്ട്. അങ്ങനെ അവർ വീണ്ടും സാധനാ മാർഗത്തിൽ ചരിക്കാൻ തുടങ്ങും, മുന്നോട്ട് കുതിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഈ ശ്ലോകത്തിൽ രണ്ടാമത്തെ പാദം കൊണ്ട് നമ്മൾ എന്നെന്നും ഓർക്കേണ്ട ഒരു പ്രതിജ്ഞാവാചകം, നമ്മൾ ചെയ്യുന്ന പ്രതിജ്ഞ പോലെയല്ല, ഭഗവാൻ നമുക്ക് ഉറപ്പ് തരുന്ന ഒരു വാക്യത്തെ എടുത്തു കാണിക്കുകയാണ്. ഇതൊരിക്കലും നമ്മൾ മറക്കരുത് ജീവിതത്തിൽ. ഇവിടെ പറയാണ്, നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിൻ താത ഗച്ഛതി. അല്ലയോ താത, നല്ലത് ചെയ്യുന്നവരാരും തന്നെ ദുർഗതി പ്രാപിക്കില്ല. ഭഗവാൻ തരുന്ന ഉറപ്പാണത്. അപ്പോൾ ഒരാൾ നല്ലത് എന്ന് ചീത്ത എന്ന എന്ത് അടിസ്ഥാനത്തിലാണത് കാണുന്നത്? നമുക്കൊക്കെ ചെയ്യാൻ പറ്റും നല്ല ഉദ്ദേശത്തിൽ നന്നായി വരട്ടെ, നല്ല ഉദ്ദേശത്തിൽ ചെയ്യുന്നവർ. സാധനകളെല്ലാം നല്ല ഉദ്ദേശത്തിലാണ്. സാധനകൾ മാത്രമല്ല, നമ്മൾ അടുത്ത് സമീപിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ വന്നാലും അയാൾ നന്നായി വരട്ടെ ഭഗവാനെ എന്നുള്ള ഒരു ഭാവം, അയാളെ ദുഷിക്കുന്ന തരത്തിൽ, അയാളെ ശപിക്കുന്ന തരത്തിലൊരു വാക്യം നമ്മളെ ഉള്ളിൽ നിന്ന് വരാതെ നോക്കിയാൽ, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ദാനങ്ങളൊക്കെ ചെയ്യുന്നവർ, കഷ്ടപ്പെടുന്നവർക്ക് കണ്ണുനീര് ഒപ്പിക്കൊടുക്കുന്നവർക്ക് ഒന്ന് തൊട്ട് തലോടി കൊടുക്കുന്നവർക്ക്, അങ്ങനെ എന്തൊക്കെയാണോ അർഹിക്കുന്നവരിൽ തന്നാലാവുന്നത് എന്ത് സത്കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ തനിക്ക് ചിത്തശുദ്ധിക്ക് കാരണമാണ്. തൻ്റെ അന്ധകരണമാണ് ശുദ്ധമാവുന്നത്. നമ്മൾ ഒരാൾക്ക്, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്കാണ് സംതൃപ്തി ഉണ്ടാവുന്നത്. നമ്മൾ കഴിച്ചാലേ നമുക്ക് വിശപ്പ് മാറുള്ളൂ. പക്ഷെ സംതൃപ്തി, ആ മനോഭാവം നമുക്കുണ്ടാവുന്നത്, തൃപ്തി എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടാവുന്നത് കൊടുക്കുമ്പോഴാണ്, ലഭിക്കുമ്പോഴല്ല. ഇതേപോലെ തന്നെയാണ് എല്ലാം. ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവുന്നത്. നമ്മളെ ഇങ്ങോട്ട് സന്തോഷിക്കണം എന്ന് വിചാരിക്കുമ്പോഴല്ല. ഏതും അങ്ങനെ തന്നെയാണ്. കഷ്ടപ്പെടുന്ന ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ, സഹായിക്കുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ നമുക്കുള്ളിലുണ്ടാവുന്ന ആ ഒരു സംതൃപ്തി, അത് ഇങ്ങോട്ട് ലഭിക്കുമ്പോഴല്ല ഉണ്ടാവുന്നത്, കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. അതൊക്കെ അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാണ്. കൂടുതൽ അന്ധക്കരണം വികസിതമായി തീരുകയാണ്. അങ്ങനെ ചിത്തശുദ്ധി നൽകുന്ന കർമ്മങ്ങളാണ് അവയെല്ലാം. അപ്പം സമൂഹത്തിന് ഹിതകാരിയായ കർമ്മങ്ങൾ, ശാസ്ത്രത്തിലും അനുഭവികളായ ആചാര്യന്മാരും വാഴ്ത്തപ്പെട്ട കർമ്മങ്ങൾ, ഇതൊക്കെയാണ് സത്കർമ്മങ്ങൾ. ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഉയർച്ചയും ശ്രേയസ്സും മാത്രമേ ഉണ്ടാവൂ. ഈ ഒരു സിദ്ധാന്തത്തെ നമ്മൾ ഉറപ്പിക്കണം. പരീക്ഷണങ്ങളെ അതിജീവിച്ചും ധർമ്മത്തിൽ മുന്നേറണമെങ്കിൽ ഈ ഒരു വാക്യത്തെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ചിലർ സംശയിക്കുന്നത്, എങ്ങനെയാണ് ഈ പറഞ്ഞതിനെ ഞാൻ വിശ്വസിക്കുക? ലോകത്തിൽ സൽക്കർമ്മ നിരതരായവർക്ക്, നാം ഒക്കെ ജപിക്കുന്നവർക്ക്, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് വിഷമങ്ങളേ കാണുന്നുള്ളൂ, ദുരിതങ്ങളേ കാണുന്നുള്ളൂ. അവർക്ക് ജീവിതത്തിൽ പല വീഴ്ചകളും കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുർഗതി ഉണ്ടാവില്ല എന്ന് ഭഗവത് വാക്യം എങ്ങനെ ഞാൻ വിശ്വസിക്കണം?
അതിന് മറുപടി ഭാഷ്യകാരൻ പറയാണ്, നമ്മൾ ഭൗതികങ്ങളായ ഉയർച്ച താഴ്ചകളല്ല, ആ തലം വെച്ചല്ല നമ്മൾ വിലയിരുത്തേണ്ടത്. ഭൗതികമായിട്ട് കുറേ ധനമുണ്ടെന്നോ, കൊട്ടാര സദൃശമായ ഒരു ഭവനമുണ്ടെന്നോ, എല്ലാ സുഖ സൗകര്യങ്ങളും ഭൗതികമായിട്ടുണ്ടെന്നോ ഉള്ളത് കൊണ്ട് അയാൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അയാൾ നല്ലൊരു മനുഷ്യനായിക്കൊള്ളണം എന്നില്ല. അയാൾ മറ്റുള്ളവരോട് സ്നേഹപൂർവം പെരുമാറിക്കൊള്ളണമെന്നില്ല. എല്ലാറ്റിനും സമദർശിത്വം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ വിലയിരുത്തുന്നത് ഒരാളുടെ ഈ ഭൗതിക സാഹചര്യങ്ങൾ വെച്ചാണ്. ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, അതല്ല അതിൻ്റെ മാനദണ്ഡം. അതൊക്കെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ കാണാൻ പറ്റും. ആന്തരികമായ വളർച്ച. എന്താണ് ഈ ആന്തരികങ്ങളായ വളർച്ച? ഒട്ടനവധി പറയാനുണ്ടെങ്കിലും ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളുടെ മുന്നിൽ പകച്ചു പോവാതെ, പരീക്ഷണങ്ങളിൽ പരാജയപ്പെടാതെ, പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ ഇരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും നമുക്ക് നേടാൻ കഴിയുന്ന ഉയർച്ച. പരീക്ഷണങ്ങൾ വരും ജീവിതത്തിൽ. പരീക്ഷ എപ്പോഴും കയറ്റം കിട്ടാനാണ്. തോൽക്കാൻ ആരും പരീക്ഷ എഴുതാറില്ല. തോറ്റുപോയോ വീണ്ടും പഠിക്കണം. ഓരോ പരീക്ഷയും നമുക്ക് മുന്നേറാനുള്ളതാണ്, കരുത്ത് നൽകുന്നതാണ്. ഇതുപോലെ ജീവിതത്തിൽ വരുന്ന എന്തും, അത് ബാഹ്യമായ രോഗങ്ങളാവാം, അതുപോലെ തന്നെ ഉറ്റവരുടെ സ്വന്തക്കാരുടെയൊക്കെ വിയോഗങ്ങളാവാം. ഇതൊക്കെ നമ്മൾ ബാഹ്യമായതെല്ലാം, അതെല്ലാം ഒരു പടി നമ്മളെ ഉയർത്തുന്നുണ്ടാവും. നല്ലതിൽ നിന്നല്ല നമ്മൾ നല്ലതിലേക്ക് ഉയരുന്നത്, ചീത്തതിൽ നിന്നാണ് നല്ലതിലേക്ക് ഉയരുന്നത്. പൂന്താനത്തിൻ്റെയൊക്കെ കഥ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വന്ന നമ്മളുടെ ദൃഷ്ടിയിൽ ഭൗതികമായിട്ട് അവർക്ക് ഗുണമല്ല ഉണ്ടായത് എന്ന് ചിലപ്പോൾ നമ്മൾ വിലയിരുത്തിയേക്കാം. പക്ഷേ അവർക്ക് ആന്തരികമായ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന ആ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ആ ശ്രേയസിൻ്റെ തലത്തിലേക്ക് അവർ ഒരു പടി ഉയരുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തു തന്നെ വരട്ടെ, ഒന്നിൻ്റെ മുന്നിലും പതറാതെ, ഇത് തനിക്കൊരു പാഠം തരുന്നുണ്ട്, ഇത് തനിക്ക് ഉയർച്ചയ്ക്കുള്ള അവസരമാണ്, അതിനെ ആ അവസരത്തെ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇനിയിപ്പോൾ ഇതിൽ അധികമൊന്നും ഗീതയൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നത് ദുഃഖ സാഹചര്യങ്ങൾ, അതൊക്കെ നമ്മൾ ഉയർത്തിയിട്ടുണ്ടാവും. ഇനി നമ്മളിൽ നിന്ന് വന്ന തെറ്റുകുറ്റങ്ങൾ, അതും നമ്മളെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടാവും. തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് പോകുന്നത്, ശരിയിൽ നിന്നൊരിക്കലും ശരിയിലേക്ക് പോകുന്നില്ല. അത് വിചാരിച്ചിട്ട് തെറ്റ് പറ്റുക എന്നുള്ള, തെറ്റ് പറ്റിക്കോട്ടെ എന്നുള്ളതല്ല. തെറ്റുകളെ വിലയിരുത്തുന്ന ഒരാൾക്ക്, അനുഭവങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക്, അവർക്ക് ശ്രേയസ്സിലേക്ക് ഉയരാനുള്ള മാർഗമാണത്. എപ്രകാരമാണോ രാത്രി പകലിൻ്റെ മുന്നോടിയായത് അതുപോലെ. അപ്പോൾ സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ശ്രേയസത്തിലേക്കുള്ള ഉയർച്ചയേ ഉണ്ടാവൂ എന്ന് നിസ്സംശയം ഭഗവാൻ പറഞ്ഞതിനെ ഉറപ്പിക്കുകയാണ് ഇവിടെ ഭാഷ്യകാരൻ ചെയ്യുന്നത്. ബാഹ്യദൃഷ്ട്യാ കാണപ്പെടുന്ന പ്രശ്നങ്ങളെല്ലാം അയാൾക്ക് ഉയർച്ചയ്ക്കുള്ള അധികാരം നിർണയിക്കാനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി, ആ പരീക്ഷണങ്ങൾ നിരന്തരം വരട്ടെ, അവയെല്ലാം നമ്മെ ഉയർത്തുന്നവയായിരിക്കും എന്നുള്ള ദൃഢമായ ഭാവത്തോടു കൂടി ഉറച്ചിരിക്കാം. ഇവിടെ വിളിക്കുന്നത് നോക്കൂ, താത. സാധാരണ താത എന്ന് അച്ഛനെയാണ് സംബോധന ചെയ്യുന്നത്. ഇവിടെ തനോദീതി താതഹ എന്ന അർത്ഥത്തിൽ മകനെയും താത എന്ന് വിളിക്കും. സ്നേഹപൂർവ്വം വിളിക്കുന്ന പേരാണത്.
ആത്മാവൈ പുത്രനാമോസി, പുത്രൻ എന്നുള്ള പേരുള്ള നീ ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ട് ശിഷ്യൻ പുത്രസ്ഥാനീയനാകയാൽ, ഇവിടെ ഭഗവാനാണ് ഗുരു, ആ ഭഗവാന്റെ ശിഷ്യനായ അർജുനൻ ആ ശിഷ്യനെ സ്നേഹപൂർവ്വം വിളിക്കുകയാണ്, ഞാൻ തന്നെയാണ് നീ. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പതറണ്ട, ഇതെല്ലാം നിനക്ക് ഉയർച്ചയ്ക്കുള്ളതാണ്. ഇന്നലകളിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ തിക്താനുഭവങ്ങളോ ദുഃഖ സാഹചര്യങ്ങളോ ഒന്നും ഇനി ആലോചിച്ചിരിക്കേണ്ട, അതൊക്കെ നിനക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് നീ ആ പരമമായ സത്യത്തിലേക്ക് ഉയരൂ, ഈ ഒരു ദൃഢമായ ഉറപ്പ് ഞാൻ നിനക്ക് തരുന്നു എന്ന് ഭഗവാൻ പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ സൽക്കർമ്മം ചെയ്യുന്ന ഒരാളും ദുർഗതി പ്രാപിക്കില്ല. ഇന്നത്തെ കർമ്മമാണ് നാളെ ഫലമായി പരിണമിക്കുന്നത്. ഇന്നത്തെ കർമ്മം എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ നമ്മൾ ചെയ്ത, ഭൂതകാലങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ നമ്മളെ സൃഷ്ടിച്ചത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിൻ്റെ ഫലമായി നാളെ നമുക്ക് നല്ലതേ വരൂ, ചീത്തത് വരില്ല. നല്ലത് ചെയ്തവന് ദുർഗതി വരില്ല. ഇന്നലകളിൽ ചെയ്ത ചീത്തകർമ്മത്തിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുമ്പോഴും ഇന്ന് നല്ലത് ചെയ്താൽ നാളെ ആ നല്ലതേ വരൂ. മറിച്ചത് നിന്റെ ഈ ചോദ്യം ഉണ്ടായല്ലോ, ആ ചോദ്യം വരാൻ തന്നെ കാരണം ഈ ജീവിതത്തിൻ്റെ അഖണ്ഡത, തുടർച്ച ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ജീവിതം എന്നുള്ളതൊരു യാത്രയാണ്. ആ യാത്രയിൽ, ആ ജീവന്റെ യാത്രയിൽ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു. മരണത്തോടു കൂടി ഒന്നും അവസാനിക്കുന്നില്ല. ഇന്ന് പഠിച്ചത് ഒരുറക്കം കഴിഞ്ഞു, നാളെ അത് അതിൻ്റെ ബാക്കി പഠിച്ചാൽ മതി. ഇതുപോലെ ഒരു നീണ്ട നിദ്ര കഴിഞ്ഞു, അതിനനുസൃതമായ ഒരു ഉപാധി ലഭിച്ചു, ആ ഉപാധിയിൽ വരുമ്പോൾ അതിൻ്റെ ബാക്കി പഠിച്ചാൽ മതി. എത്രയോ മഹാത്മാക്കളെ നമ്മൾ കാണുന്നു, ജനിച്ചു വരുമ്പോൾ തന്നെ അവരൊന്നും പഠിക്കാതെ തന്നെ അവരിൽ ആ മഹത്വം കാണുന്നുണ്ട്. അതൊക്കെ ഈ ജന്മത്തിൽ നേടിയതല്ലെന്ന് നമുക്ക് അല്പം വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ജീവിതം ഈ ദേഹത്തോടു കൂടി ആരംഭിച്ചതാണെന്നും ഈ ശരീരപതനത്തോടെ അത് അവസാനിക്കുമെന്ന് കരുതുന്നത് ആണ് അശാസ്ത്രീയം. ജീവിത നിയമങ്ങളെയും പ്രപഞ്ചഘടനയെയും ബുദ്ധിപൂർവം ആരെങ്കിലും പഠിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്ക്, ചിന്തിക്കുന്നവർക്ക് അനന്തതയിലെ ഒരു തരംഗം മാത്രമാണ് ഈ വർത്തമാന ജീവിതം എന്ന് കാണാൻ സാധിക്കും. ഭൂതത്തിൻ്റെ സന്തതിയാണ് വർത്തമാനം, അതായത് ഭൂതകാലത്തിൻ്റെ സന്തതിയാണ് വർത്തമാനകാലം. വർത്തമാനകാലത്തെ അറിവും സങ്കല്പവും പ്രവൃത്തിയും ഭാവിയെ രൂപപ്പെടുത്തും. അപ്പൊ സാധനയിൽ വീഴ്ച പറ്റിയാലും ധ്യാനയോഗ സിദ്ധിക്ക് മുമ്പ് മരണം സംഭവിച്ചാലും ആരും നശിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഈ ജന്മത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത ജന്മം. താതാ, മകനെയും വിളിക്കുക താതാ. അപ്പൊ അർജുനനെ കൃഷ്ണൻ ഗുരുനാഥൻ സംബോധന ചെയ്യുക. ഒരച്ഛൻ എത്ര വലിയ ദുഷ്ടനായാലും സ്വന്തം മകനെ വഞ്ചിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, തൻ്റെ മകനെ പോലെയാണ് അർജുനനെ കരുതുന്നത്. അപ്പൊ കാരുണ്യപൂർവ്വം വിളിക്കുക, മകനെ സ്നേഹപൂർവ്വം വിളിക്കുക. നിന്റെ ഭാവിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. അച്ഛൻ മകന് തെറ്റായ ഉപദേശങ്ങളല്ല നൽകുന്നത്. താനോ ഇങ്ങനെയായി എന്നാൽ പോലും, ഭഗവാനെ സംബന്ധിച്ചല്ല പറയുന്നത്, ഭഗവാൻ ഇങ്ങനെയായി എന്നല്ല. പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൽ നേടാൻ കഴിയാത്തത് മകൻ്റെ ജീവിതത്തിൽ അവൻ നേടട്ടെ. ഈ സത്യം മനസ്സിലാക്കിയിട്ട് അവൻ ഇട്ട് വീഴരുതേ, അവൻ സാധനാ മാർഗത്തിൽ നിന്ന് പിന്തിരിയരുതേ എന്ന ഉപദേശമാണ് അവിടെ. അപ്പൊ യോഗമാർഗത്തിൽ, ധ്യാനയോഗ മാർഗത്തിൽ പ്രയത്നിക്കുന്നവൻ്റെ
ഓരോ കാൽവെപ്പും അയാളെ പരമപദത്തോടടുപ്പിക്കുന്നു. ഇവിടെ ഗുരുനാഥനായാലും അച്ഛനായാലും ബാഹ്യമായ ഒന്നും നോക്കിയിട്ടല്ല വിലയിരുത്തേണ്ടത്, ആന്തരികമായ വളർച്ച. ആ ആന്തരികമായ വളർച്ചയുള്ളത് കൊണ്ടാണ് താതാ എന്ന് വിളിച്ചത്, സ്നേഹപൂർവ്വം വിളിച്ചത്. മകൻ എങ്ങനെയായി, ശിഷ്യൻ എങ്ങനെയായിരിക്കും കാണുന്നത്? ശിഷ്യൻ ബാഹ്യമായ സാഹചര്യങ്ങളെ വിലയിരുത്താനേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഭഗവാന്റെ ബാഹ്യമായതാവാം, ഗുരുനാഥൻ്റെ ബാഹ്യമായതാവാം, അച്ഛൻ്റെ ബാഹ്യമായതായിരിക്കാം. അത് കാണുമ്പോൾ ശിഷ്യന് തോന്നും, ആ അച്ഛൻ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, അച്ഛനിപ്പം അങ്ങനെയല്ലല്ലോ വന്നത് എന്ന്. ബാഹ്യമായിട്ടല്ല വിലയിരുത്തേണ്ടത്, അതെല്ലാം ആന്തരികമായ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ആത്യന്തിക ദുഃഖ നിവൃത്തിയാകുന്ന മോക്ഷത്തിലേക്ക് നിന്നെ ഉയർത്തുന്നതാണ്. നിനക്കൊരിക്കലും അധോഗതിയില്ല മോനെ. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിൻ താതകച്ചതി. നല്ലത് ചെയ്യുന്നവന് ഒരിക്കലും ചീത്ത വരില്ല. ഇതെപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, എന്ത് ചെയ്യുമ്പോഴും. പിഴപലതുണ്ടിവൻ എന്നു നിനക്കിലോ കുഴിയിലിരുന്നു കരേറുവതെന്നു നാം. നമ്മൾ കഴിഞ്ഞുപോയ പിഴകളെക്കുറിച്ച്, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ ജപം ചെയ്തില്ലല്ലോ, ഞാൻ ഗീത പഠിച്ചില്ലല്ലോ, ഒന്നും പഴിക്കണ്ട. അങ്ങനെ പഴിച്ചിരിക്കുന്നവന്, കുഴിയിലിരുന്ന് കരയുന്നവൻ ഒരിക്കലും കുഴിയിൽ നിന്ന് പുറത്ത് കയറാൻ കഴിയില്ല. മറിച്ച് അതൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ തനിക്കൊരു പാഠം തന്നിട്ടുണ്ട്. അതൊക്കെ ഉയർച്ചയ്ക്കുള്ള ഓരോ അവസരങ്ങളെ തന്നിട്ടുണ്ട്. ജീവിതം അവസരമാക്കി എടുക്കുന്നു, ഓരോ സാഹചര്യവും അവസരമാക്കി എടുക്കുന്നു. അങ്ങനെയുള്ളവന് ദുർഗതി ഉണ്ടാവില്ല എന്നുറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകം. ഭഗവത്ഗീത 6-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം.